السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر. ذلك هو الفوز العظيم. صدق الله مولانا العظيم. من رضي من الله تعالى بالقليل من الرزق رضي الله تعالى منه بالقليل من العمل. لقد أحاطت بنا في كل ناحية وأظلمت جللا والحمد لله. لم نرتجي كشف ضر ثم حادثتي في كل نائبة إلا من الله. فاثق به في مليمات الأمور ولا تجعل يقينك يوما غير الله. അർഹമുർ റഹീമായ നാഥ, പാവപ്പെട്ടവരായ പാപികളായ ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വാലിഹീങ്ങളായ ജനതയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ജീവിതത്തിൽ സംഭവിച്ചുപോയ സകലമാന പാകപ്പിഴവുകളും
നിന്റെ റഹ്മത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തൗബ ചെയ്യാനുള്ള മനസ്സും തുടർന്ന് നന്മകളിലൂടെ മുന്നേറിക്കൊണ്ടുള്ള ജീവിതവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീയാണ് വിധിച്ചത്. നിനക്കറിയാം, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. രോഗികളായ ആളുകൾക്ക് രോഗശമനം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നീ മോചനം നൽകണേ റഹ്മാനെ. നിന്റെ പരീക്ഷണമായി വരുന്ന വിപത്തുകൾ, പ്രയാസങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ ആളുകൾ, അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ബർസഖി ജീവിതം സമാധാനത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നാളെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, സ്നേഹം അല്ലാഹുവിനോട് എന്ന വിഷയം മാസങ്ങളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ വിഷയം അവസാനിക്കാൻ പോവുകയാണ്. മുഹിബ്ബീങ്ങളായ ആളുകളുടെ സ്വഭാവരീതികളും ലക്ഷണങ്ങളുമാണ് നാം എണ്ണിപ്പറഞ്ഞു വന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്, അടയാളമാണ് 10ാമതായി നാം എണ്ണിപ്പറഞ്ഞ, അവസാനമായി നാം പറഞ്ഞ അർറിളാ ബിഖളാഇല്ലാഹ്. അല്ലാഹുവിൻ്റെ തീരുമാനങ്ങളിൽ, പടച്ച തമ്പുരാൻ നമുക്ക് വിധിക്കുന്ന വിധികളിൽ സംതൃപ്തരായി കഴിഞ്ഞുകൊള്ളുക എന്നത് മുഹിബ്ബീങ്ങളുടെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പടച്ചവനെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ റബ്ബിൻ്റെ ഇടപെടലുകളെയും ഇഷ്ടപ്പെടും. ആ തമ്പുരാൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഇട്ടുതരുന്ന വിവിധ ഖൈറുകളും ഷർറുകളുമായ വിധികൾ, അതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ വിധിക്ക് നിന്നുകൊടുക്കുന്ന ആളുകളാണ് മുഹിബ്ബുകൾ. അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ ഖളാ, അള്ളാഹുവിൻ്റെ ഖദർ, ഈ വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യം അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും ഗുണവും ദോഷവുമെല്ലാം അല്ലാഹുവിൻ്റെ മുൻ നിശ്ചയപ്രകാരവും വിധിപ്രകാരവുമാണ് എന്ന വിശ്വാസം. ഇതാണ് ഈമാൻ കാര്യങ്ങളിലെ 6ാമത്തെ കാര്യം. ഇതൊക്കെ അങ്ങ് ചൊല്ലിപ്പടിച്ചു പോകുന്നു എന്നതിലുപരി ഈ വിഷയത്തിൻ്റെ പ്രാധാന്യമോ 6ാമത്തെ കാര്യത്തിൻ്റെ അർത്ഥതലങ്ങളോ സാധാരണക്കാരായ വിശ്വാസികൾ മനസ്സിലാക്കാറില്ല, ബോധവാന്മാരല്ല അവർ അക്കാര്യത്തിൽ എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ടുതന്നെ മുമ്പ് പല ജുമഅകളിലും ഖുതുബകളിലും അല്ലാഹുവിൻ്റെ വിധിയെക്കുറിച്ച് സന്ദർഭോചിതമായി ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തെക്കുറിച്ചൊരു ചെറിയ പഠനം വളരെ നന്നായിരിക്കുമെന്ന് ഈ വിനീതന് തോന്നുന്നു. അതുകൊണ്ടുതന്നെ മുഹിബ്ബീങ്ങളുടെ പ്രധാന ലക്ഷണമായ അല്ലാഹുവിൻ്റെ വിധിയിലുള്ള സംതൃപ്തിയെക്കുറിച്ച് പറയുമ്പോൾ റബ്ബിൻ്റെ വിധിയെക്കുറിച്ചും ചിലതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖദർ കൊണ്ട് വിശ്വസിക്കാത്തവരാരും തന്നെ മുഅ്മിനല്ല. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ വിധിയാണ് എന്ന് വിശ്വസിക്കാത്തവർ ആരും തന്നെ മുഅ്മിനീങ്ങളാവുകയില്ല.
എന്നാൽ അല്ലാഹുവിന്റെ വിധികളിൽ സംതൃപ്തരാകുന്ന ആളുകൾ ആരാണ്? മുഹിബ്ബുകളായ ആളുകൾ മാത്രമാണ്. അല്ലാഹുവിനെ അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്ന മുത്തഖികൾക്ക് മാത്രമേ അവന്റെ എല്ലാ വിധികളിലും സംതൃപ്തരായി നിന്നുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇഅ്ലം അന്നർരിളാ സമറത്തും മിൻ സിമാരിൽ മഹബ്ബ വഹുവ മിൻ അഅലാ മഖാമാത്തിൽ മുഖറബീൻ. അറിയുക വിശ്വാസികളെ, ഉണർന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. അന്നർരിളാ സമറത്തും മിൻ സിമാരിൽ മഹബ്ബ, ജീവിതത്തിന്റെ ദുരനുഭവങ്ങൾ, ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ, അതെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ അതൊക്കെ എന്റെ നാഥൻ എന്റെ നന്മയ്ക്ക് വേണ്ടി എന്നിലേക്ക് വിധിച്ചു വച്ചതാണെന്ന ബോധത്തോടു കൂടിയുള്ള സംതൃപ്തി വരണമെങ്കിൽ ഇഅ്ലം അന്നർരിളാ സമറത്തും മിൻ സിമാരിൽ മഹബ്ബ, ഹൃദയഭൂമിയിൽ ഖൽബിൽ മഹബ്ബത്ത് എന്ന മരം നട്ടുപിടിപ്പിച്ച് അതിന് വേണ്ട വായുവും അതിന് വേണ്ട വളവുമെല്ലാം ഇട്ടുകൊടുത്തിട്ട് ഹൃദയഭൂമിയിൽ മഹബ്ബത്ത് എന്ന മരത്തെ വളർത്തിയ ആളുകൾക്ക് കിട്ടുന്ന കായ്ക്കനികളും പഴങ്ങളുമാണ് റിള എന്നത്. ആർക്കാണിത് കിട്ടുക? ഖൽബാകുന്ന ഭൂമിയിൽ അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ റോസാ ചെടി നട്ടുപിടിപ്പിക്കുന്ന ആളുകൾക്ക്. നട്ടുപിടിപ്പിച്ചിട്ട് ആ ചെടി, ആ മരം അവിടെ വളർന്നു വരാൻ അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ട് ആ മരം പടർന്ന് പന്തലിച്ച് കായ്ക്കനികൾ തരുമ്പോ അതിലെ കായ്ക്കനികളാണ് റിള എന്ന കായ്ക്കനി. അല്ലാത്ത ആളുകൾക്കത് കിട്ടുകയില്ല. വഹുവ മിൻ അഅലാ മഖാമാത്തിൽ മുഖറബീൻ, അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടിയ ഉന്നതരായ ആളുകൾക്ക് കിട്ടുന്ന വലിയ ഒരു നേട്ടമാണത്. പടച്ചവന്റെ വിധിയിൽ സന്തോഷത്തോടുകൂടെ നിന്നുകൊടുക്കുക എന്നത്. അല്ലാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെട്ട് നിന്നുകൊടുക്കുന്നതിനെ കുറിച്ച് റബ്ബെന്ത് പറയുന്നു ഖുർആനിൽ? പരിശോധിച്ചു നോക്കാം നമുക്ക്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് അല്ലാഹു വാക്കു കൊടുക്കുന്നു. മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും അല്ലാഹു ഒരു കരാറ് ചെയ്യുന്നു അവരോട്. അല്ലാഹുവിന്റെ വഅദയാണ്. എന്താണ്? വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാരോട് അല്ലാഹു അവരുമായി നടത്തിയ ഉടമ്പടി കരാറ്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂന്തോപ്പുകൾ അവർക്ക് ഞാൻ നൽകാമെന്ന് ഞാൻ കരാറ് ചെയ്യുന്നു. വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാരെ, നിങ്ങൾക്ക് ഞാൻ വാക്കു തരുന്നു, എന്റെ വാക്ക് തെറ്റിപ്പോവില്ല. അള്ളാഹു പ്രയോഗിക്കുന്നത് വഅദ എന്നാണ്. എന്റെ കരാറാണിത്. നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഖാലിദീന ഫീഹാ, ഭൗതിക ലോകത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ആനന്ദങ്ങൾ പോലെ, സുഖസൗഖ്യങ്ങൾ പോലെ നൈമിഷികമല്ല ഇത്. ഇവിടെ എന്ത് സുഖം കിട്ടിയാലും നീണ്ടു കിട്ടൂലല്ലോ, നിലനിൽക്കൂലല്ലോ അത്. ഖാലിദീന ഫീഹാ, ശാശ്വതവാസികളായിരിക്കും അവർ അവിടങ്ങളിൽ. തീർന്നില്ല. വമസാകിന ത്വയ്യിബതൗ ഫീ ജന്നാതി അദൻ, ഏതൻ തോപ്പുകളിൽ, ഏതൻ തോട്ടങ്ങളിൽ നല്ല നല്ല മണിമാളികകളും അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വാക്ക് തരുന്നു. നല്ല ഭവനങ്ങൾ, നല്ല വീടുകൾ. എന്നാലോ വരിൽവാനും മിനല്ലാഹി അക്ബർ, ഇത്തരത്തിലുള്ള
തോപ്പുകളും ഭവനങ്ങളും ഭക്ഷണങ്ങളും ജീവിതത്തിന്റെ സുഖം പകരുന്ന സാധന സാമഗ്രികളും എല്ലാം തന്നെ സ്വർഗലോകത്തൊരുക്കി വച്ചിട്ടുണ്ടെങ്കിലും വരിൽവാനും മിനല്ലാഹി അക്ബർ, അതിലേക്കാൾ ആ പറയപ്പെട്ടവയേക്കാൾ ഏറ്റവും വലുതേതാണെന്നറിയോ? സ്വർഗത്തിലെ മണിമാളികകളല്ല, അവിടത്തെ ഭക്ഷണ പദാർത്ഥങ്ങളല്ല, അവിടത്തെ ഇണകളും ഹൂറിമാരുമല്ല, സ്വർണത്തിന്റെ കട്ടിലുകളല്ല, ഒന്നുമല്ല, അതൊന്നുമല്ല വലുത്. വരിൽവാനും മിനല്ലാഹി അക്ബർ. മുഅ്മിനീങ്ങളോട് അല്ലാഹു ചെയ്യുന്ന കരാറിൽ സ്വർഗത്തിന്റെ അവസ്ഥയും അവിടത്തെ വാസവും അതിന്റെ സുഖമൊക്കെ പറഞ്ഞു തന്നിട്ട് റബ്ബ് പറയാ വരിൽവാനും മിനല്ലാഹി അക്ബർ. ഏറ്റവും വലുത് പടച്ച തമ്പുരാന്റെ പൊരുത്തമാണ്, ഉടയ തമ്പുരാന്റെ സ്നേഹമാണ്, റബ്ബു തആലയുടെ പ്രീതിയാണ്. അതിനേക്കാൾ മുന്തിയ ഒരു വിഭവം, അതിനെ മികക്കുന്ന ഒരു സ്വർഗലോകം ഇല്ലേ ഇല്ല. ഏറ്റവും വലുതെന്താ? ഏറ്റവും വലുതെന്താ? സ്വർഗത്തിലെ 1-ാം ക്ലാസ് സീറ്റാണോ? വരിൽവാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിൽ നിന്നുള്ള പൊരുത്തമാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അലീം. അതാകുന്നു മഹത്വമേറിയ വിജയം. അതിനേക്കാൾ മഹത്വമുള്ളൊരു വിജയം ഇല്ല, റബ്ബിന്റെ പൊരുത്തം കിട്ടുക. ആർക്കാണ് പ്രിയപ്പെട്ട സഹോദര റബ്ബിന്റെ പൊരുത്തം കിട്ടുക? ആർക്കാണ് റബ്ബിന്റെ പ്രീതി കിട്ടുക? ആർക്കാണ്? അതും ഖുർആൻ പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട ആളുകൾ, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട ആളുകൾ, അല്ലാഹുവിന്റെ വിധികളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച ആളുകൾ, അവർക്കാണ് റബ്ബിന്റെ പൊരുത്തം കിട്ടുക. അല്ലാതെ സ്നേഹത്തിന്റെയും പൊരുത്തത്തിന്റെയും പ്രീതിയുടെയും വൺ വേ സിസ്റ്റം പ്രായോഗികമല്ല. അള്ളാഹ് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു, ഇവൻ അള്ളാഹിന് ഇഷ്ടമല്ല, അള്ളാഹിന്റെ ഇടപെടലും ഇഷ്ടമല്ല, അള്ളാഹുവിന്റെ വിധിയും ഇഷ്ടമല്ല. അങ്ങനെയല്ല. റളിയല്ലാഹു അൻഹും വറളൂ അൻ. അവരുടെ കാര്യത്തിൽ റബ്ബ് സംതൃപ്തനാണ്, ഇവർക്ക് റബ്ബിന്റെ കാര്യവും സംതൃപ്തിയാണ്. റബ്ബിന്റെ കാര്യം സംതൃപ്തി എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണ് എന്നുള്ള സംതൃപ്തിയോ? അല്ലല്ല. അവന്റെ ഓരോ സിഫത്തുകൾ അവൻ പ്രകടമാക്കുമ്പോഴും അവന്റെ ഓരോ വിശേഷണങ്ങളും അവൻ പ്രയോഗതലത്തിൽ കൊണ്ടുവരുമ്പോഴും ഇതൊക്കെ റബ്ബിന്റെ സ്വഭാവങ്ങളാണല്ലോ, ഇതൊക്കെ റബ്ബിന്റെ സിഫത്തുകളാണല്ലോ, ഇതൊക്കെ റബ്ബിന്റെ വിധികളാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് റബ്ബിനെ പൊരുത്തപ്പെടുകയും ആ വിധികളുടെ കാര്യത്തിൽ റബ്ബിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് നാളെ റബ്ബിന്റെ പ്രീതിയും ഇഷ്ടവും തിരിച്ചു കിട്ടുക എന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, റബ്ബിനെ ആരാണ് സ്നേഹിച്ചത്? ആരാണ് റബ്ബിനെ ഇഷ്ടപ്പെട്ടത്? ആർക്കാണ് റബ്ബിന്റെ ഇഷ്ടം തിരിച്ചു കിട്ടിയത്? ആ റബ്ബിന്റെ വിധികളിൽ സമാധാനിച്ച് സംതൃപ്തരായി ജീവിച്ചവർക്ക് തന്നെ. നബിമാർ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ സാധാരണക്കാരിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? നബിമാര് കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായ മനുഷ്യന്മാരിൽ ഏറ്റവും അധികം അല്ലാഹു ഇഷ്ടപ്പെട്ട മനുഷ്യനാരാ? ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനോട് തന്നെയാണ് പുന്നാര നബിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം. ചോദിച്ചല്ലോ സഹാബത്ത്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ അങ്ങേക്ക് ഏറ്റവും പ്രിയങ്കരനായ മനുഷ്യൻ ആരാണ്? ഏറ്റവും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആരാ? ഫഖാല ആയിഷ. ആയിഷ, എന്റെ ആയിഷയാണ്. ജനങ്ങളിൽ ഏറ്റവും എനിക്ക് സ്നേഹവും ഇഷ്ടമുള്ളത് എന്റെ ആയിഷയോടാ. ചോദ്യകർത്താവ് തുടർന്ന് ചോദിച്ചു, അമിനർ റിജാൽ, പുരുഷവർഗത്തിൽ നിന്ന് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് നബിയേ? സ്ത്രീകളിൽ നിന്നല്ലേ ആയിഷയെ? പുരുഷരിൽ നിന്ന് ആരെയാണ് അങ്ങേക്ക് ഇഷ്ടം? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അബൂഹാ അബൂഹാ അബൂബക്കറിൻ. ആയിഷാന്റെ പുന്നാര ഉപ്പ അബൂബക്കറിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തേ കാരണം? നബിയുടെ അമ്മോശനായത് കൊണ്ടാണോ? എന്തേ ആ മനുഷ്യനെ അള്ളാഹുവും റസൂൽ ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ എന്താ കാരണം? നമ്മെപ്പോലെ സിരകളിലൂടെ രക്തമോടുന്ന ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന ഗുണങ്ങളെല്ലാം ഉള്ള പച്ചയായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതെ, പിന്നെ എന്തേ റബ്ബ് ഇത്ര ആ മനുഷ്യനെ സ്നേഹിച്ചത്? റസൂലിന് എന്ത് ഇത്ര ഇഷ്ടമുണ്ടായത് ആ മനുഷ്യനോട്? മറ്റൊന്നുമല്ല ധാരാളം കർമ്മങ്ങൾ അധികരിപ്പിച്ചത് കൊണ്ടല്ല, ഇബാദത്ത് വല്ലാതെ വർദ്ധിപ്പിച്ചത് കൊണ്ടല്ല, പിന്നെയോ അത്രമാത്രം ഖൽബ് കൊണ്ട് തീവ്രമായ നിലയിൽ, കഠിനമായ നിലയിൽ ഉടമസ്ഥനായ റബ്ബിനെയും ആ റബ്ബിന്റെ തിരുദൂതരെയും ഖൽബ് നിറയെ അങ്ങ് സ്നേഹിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, റബ്ബ് എന്തൊക്കെ വിധിച്ചപ്പോഴും റബ്ബിന്റെ ഖലാ ഖദറിൽ, അല്ലാഹുവിന്റെ വിധിയിൽ സംതൃപ്തരായി ആ മഹാനുഭാവൻ. ആരായിരുന്നു അവിടുന്ന്? ഇസ്ലാമിന് മുമ്പ് മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ, സമ്പന്നനായിരുന്നു. അവരുടെ കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു. വകാന മിൻ റുഅസാഇ ഖുറൈശിൻ ഫിൽ ജാഹിലിയ്യ. ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികളിലെ പ്രധാനിയായിരുന്നു. വമുഹബ്ബബൻ ഫീഹിം. അവരുടെ കൂട്ടത്തിൽ സ്നേഹം പിടിച്ചു പറ്റുന്ന മനുഷ്യനായിരുന്നു. ആരുമായിട്ട് ഇടപഴകിയാലും ആ മനുഷ്യനോട് ജനങ്ങൾക്ക് വല്ലാത്ത താല്പര്യവും കൊതിയും സ്നേഹവും. അങ്ങനെ ഒരു പെരുമാറ്റം. എന്നിട്ടോ പരിശുദ്ധ ദീനിലേക്ക് വന്നപ്പോ അൻഫഖ മാലഹു കുല്ലഹു ലില്ലാഹ്. സമ്പന്നനായ, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോടീശ്വരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അൻഫഖ മാലഹു കുല്ലഹു ലില്ലാഹ്. ഒരു ചില്ലിക്കാശ് ബാക്കി വെക്കാതെ മുഴുവനായും റബ്ബിനങ്ങ് സമർപ്പിച്ചു. വലം യത്റുകു ലിനഫ്സിഹി അഹ്ലൻ വലാ മാലാ. സ്വന്തത്തിന് വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു രൂപയും ഒരു ദീനാറും ഒരു ദിർഹമും, വലാ അഹ്ല, കുടുംബത്തിൽ നിന്ന് ആരെയും ബാക്കി വെച്ചില്ല. എന്താ ഈ കുടുംബത്തിൽ നിന്ന് ആരെയും ബാക്കി വെച്ചില്ല എന്ന് പറഞ്ഞത്? ധനം മുഴുവനും ബാക്കി വെക്കാതെ കൊടുത്തു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വലാ അഹ്ലൻ വലാ മാല, കുടുംബക്കാരെയും വെച്ചില്ല, അള്ളാഹു കൊടുത്തു. അള്ളാഹുവിന് കൊടുത്തു അഹ്ലിന്. എങ്ങനെ അള്ളാഹുവിന് അഹ്ലിനെ സ്വതക്ക ചെയ്യാ? ഒരു വീടിന്റെ അലങ്കാരമാണ് പ്രിയപ്പെട്ട സഹോദര കൊച്ചുകുട്ടികൾ, അല്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അത് വല്ലാത്തൊരു സന്തോഷമാണ് പെൺകുട്ടികളുടെ സാന്നിധ്യം. ഞാനത് അനുഭവിക്കുന്ന ആളാ. 8-9 വയസ്സുള്ള പെൺകുട്ടികൾ വീട്ടിലുണ്ടായാൽ, അല്ലേ, അവരെങ്ങോട്ടെങ്കിലും പോയാൽ തന്നെ പിന്നെ ഒരു മൂഡ് ഓഫ് ആണ്. ആ വീട് ഉറങ്ങി. സിദ്ദീഖുൽ അക്ബറിന്റെ ഭവനത്തിൽ ഒരു കുസൃതി പെൺകുട്ടിയുണ്ട്. വെറും 7-8 വയസ്സുള്ള പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേരാണ് ആയിഷത്തു തുഹ്റ. ചെറിയ പെൺകുട്ടി. ഈ പെൺകുട്ടിയെ 8-9 വയസ്സുള്ള സമയത്തു തന്നെ പുന്നാര നബിക്കങ്ങ് നൽകി അബൂബക്കർ. നൽകിയില്ലേ? ആ വീട് ഉറങ്ങിയില്ലേ? അതാണ് പറയുന്നത് വലം യത്റുക് ലിനഫ്സിഹി അഹ്ലൻ വലാ മാലാ. സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം സന്തോഷത്തിനും വേണ്ടി ഒന്നും ബാക്കി വെച്ചില്ല. അഹ്ലൻ വലാ മാലാ. ഉടമസ്ഥനായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി കുടുംബത്തെയും അങ്ങ് സമർപ്പിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയും പോയി വീട്ടിൽ നിന്ന്, അല്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തങ്ങൾ ഒരു സംഭവം, ഒരു അനുഭവം ഉദ്ധരിക്കുന്നത് ഹദീസിൽ കാണാം. ഒരു ദിവസം സ്വഹാബത്ത് ഞങ്ങളെല്ലാവരും നബിയുടെ തിരുമുന്നിൽ മദീന പള്ളിയിൽ ഇരിക്കവേ, ഞങ്ങളെല്ലാവരും ഉണ്ട് പള്ളിയിൽ. വഇൻദഹു അബൂബക്കർ, നബിയോട് തൊട്ടുരുമ്മി തൊട്ടുചാരെ അബൂബക്കർ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കറിന്റെ വസ്ത്രത്തിന്റെ അവസ്ഥ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പൊട്ടിക്കീറിയ, പിന്നിക്കീറിയ വസ്ത്രങ്ങൾ മുള്ളു വെച്ച് പിൻ ചെയ്തിട്ടുണ്ട്. കൊച്ചു കൊച്ചു കമ്പുകൾ വെച്ച്
കൂട്ടിയോജിപ്പിച്ച വസ്ത്രങ്ങളിട്ടാണ് ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന അബൂബക്കർ ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നത് റളിയല്ലാഹു അൻഹു. പിന്നിക്കീറിയ വസ്ത്രം മുള്ളുകളും കമ്പുകളും വെച്ച് പിൻ ചെയ്ത് യോജിപ്പിച്ച് നബിയുടെ തൊട്ടരികിൽ ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് വാനലോകത്തിന്റെ രാജകുമാരൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നബി തങ്ങളോട് സലാം പറഞ്ഞു. നബിയോട് സലാം പറഞ്ഞിട്ട് പുന്നാര നബിയോട് ചോദിച്ചു, നബിയെ, എന്താണ് അങ്ങയുടെ ഉറ്റതോഴൻ, വിശ്വാസികളിലെ പ്രഥമൻ, ഈ നാട്ടിലെ പ്രധാനി, വിശ്വാസികളിലെ കാരണവർ അബൂബക്കറിന്റെ വസ്ത്രവും വേഷവും ഒക്കെ എന്തേ ഇങ്ങനെയായി പോയത്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് നബിയോട് ചോദിക്കുക, എന്താ നിങ്ങളെ കൂട്ടുകാരന്റെ വസ്ത്രത്തിന്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നല്ല മൊഞ്ചുള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് നടക്കുന്നത്, എന്തേ അബൂബക്കറിന്റെ കുപ്പായൊക്കെ ഇങ്ങനെ? فقال رسول الله صلى الله عليه وسلم أنفق ماله علي قبل الفتح. മക്ക വിജയത്തിന്റെ മുമ്പ് തന്നെ അബൂബക്കർ മുഴുവൻ ധനവും ദീനിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ്, ഒന്നും ബാക്കി വെക്കാതെ. എന്താ മക്ക വിജയത്തിന്റെ മുമ്പ് തന്നു എന്ന് പറഞ്ഞ്? മക്ക വിജയത്തിന് ശേഷം പലരും മുസ്ലിമീങ്ങളായിട്ടുണ്ട്, പലരും ഒരുപാട് ധനം ഇസ്ലാമിന് വേണ്ടി തന്നിട്ടുണ്ട്. പക്ഷെ അതിന് വീര്യം കുറവാണ്. അതിനു മുമ്പ് നിസ്സഹായതയുടെ കാലഘട്ടത്തിൽ, വല്ലാത്ത പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ ആരൊക്കെ ഉള്ളതിനനുസരിച്ച് കൊടുത്തു, അതിന് കുറച്ച് വീര്യം കൂടുതലാണ്. മക്ക വിജയത്തോടുകൂടെ ഫത്ഹായി, എല്ലാവരും ഫ്രീ ആയി, സ്വാതന്ത്ര്യമായി, ഇഷ്ടം പോലെ കയ്യിലായി. പിന്നെ കൊടുക്കുന്ന ലക്ഷത്തിന് ആദ്യം കൊടുക്കുന്ന 1 രൂപയുടെ വില ഉണ്ടാവുള്ളൂ. മക്ക വിജയത്തിന്റെ മുമ്പ് തന്നെ ഈ മനുഷ്യൻ മുഴുവനായി എന്നെ ഏൽപ്പിച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇപ്പൊ ഞാൻ പുതിയ ആയത്ത് പറഞ്ഞു തരാൻ വേണ്ടിയല്ല വന്നത്, ഈ മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന് ചിലത് പറയാനുണ്ട്, അത് അറിയിച്ചു തരാനും പറയാനും മാത്രമാണ് വന്നത്. യാ റസൂലല്ലാഹ് ഫഖറഉഹു മിനല്ലാഹിസ്സലാം, അള്ളാഹുവിൽ നിന്നുള്ള സലാം ആ മനുഷ്യനെ അറിയിക്കുക, സലാം പറയുക. അള്ളാഹുവിന്റെ സലാം ഉണ്ടെന്ന സത്യം അബൂബക്കറിനോടങ്ങ് പറയണം. വഖുല്ലഹു യഖൂലു ലക റബ്ബുക അറാളിൻ അൻത അന്നി ഫീ ഫഖരിക ഹാദാ അം സാഖിതുൻ. നബിയേ, ഞാൻ പോയി കഴിഞ്ഞാൽ അങ്ങ് അബൂബക്കറിനോട് ചോദിക്കണം, റബ്ബിന് ചിലത് ചോദിക്കാനുണ്ട് അബൂബക്കറെ താങ്കളോട്. എന്താണ്? യഖൂലു ലക റബ്ബുക, അങ്ങയുടെ റബ്ബിന്റെ ചോദ്യം, അറാളിൻ അൻത അന്നി ഫീ ഫഖരിക ഹാദാ അം സാഖിതുൻ. എന്താ ചോദിക്കേണ്ടത്? അബൂബക്കറെ, ദീനിലേക്ക് വന്നതിനു ശേഷം താങ്കൾ അനുഭവിക്കുന്ന കഷ്ടതകളും യാതനകളും ദാരിദ്ര്യവും പട്ടിണിയും അതൊക്കെ അനുഭവിക്കുമ്പോൾ എപ്പോഴെങ്കിലും റബ്ബിനോടൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഈ വിധികളിലൊക്കെ ഒരു പ്രയാസം തോന്നിയിട്ടുണ്ടോ? റബ്ബിനോട് എപ്പോഴെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? അതോ റബ്ബിനോട് ഇപ്പോഴും പൊരുത്തമാണോ? ഇത് ചോദിക്കണം. അള്ളാഹുവിന്റെ സലാം അറിയിച്ചിട്ട് നിങ്ങൾ അബൂബക്കറിനോട് ചോദിക്കേണ്ടത്, ഇതൊക്കെ അനുഭവിക്കുമ്പോ ഇതൊക്കെ അനുഭവിക്കുമ്പോ എപ്പോഴെങ്കിലും പടച്ചവനോട് ഒരു പ്രയാസം തോന്നിയിട്ടുണ്ടോ, അതോ സന്തുഷ്ടനാണോ എന്ന് ചോദിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം യാത്ര പറഞ്ഞു പോയി. ഉടനെ സിദ്ദീഖിനോട് സലാമിന്റെ കാര്യം പറഞ്ഞിട്ട് നബി തങ്ങൾ ചോദിച്ചു, യാ അബൂബക്കർ യഖൂലു ലക റബ്ബുക, റബ്ബിന് ചിലത് അങ്ങയോട് ചോദിച്ചറിയാനുണ്ട്, താങ്കളോട് ചോദിച്ചറിയാനുണ്ട്. എന്താണ് എന്റെ റബ്ബിന് എന്നോട് ചോദിക്കാനുള്ളത് നബിയേ? അറാളിൻ അൻത ഫീ ഫഖരിക ഹാദാ അം സാഖിതുൻ. അബൂബക്കറെ, നിങ്ങൾക്ക് പഴയ കാലത്ത് വലിയ പ്രതാപവും സുഖവും സൗകര്യങ്ങളും ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ദീനിൽ വന്നപ്പോൾ അവസ്ഥ തകിടം മറിഞ്ഞല്ലോ, അവസ്ഥ മാറിയല്ലോ. റബ്ബിനോട്, ഈ വിധി മാറ്റിയ റബ്ബിനോട് താങ്കൾക്ക് പൊരുത്തമാണോ അതോ വെറുപ്പാണോ എന്ന് റബ്ബ് ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അബൂബക്കറെ. ഈ ചോദ്യം കേട്ടപ്പോ
ഫബകാ അബൂബക്കർ, മഹാനായ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, നബിയേ അഅലാ റബ്ബി അസ്ഖതു അഅലാ അസ്ഖതു, എന്റെ റബ്ബിനോട് ഞാൻ വെറുപ്പ് കാണിക്കുകയോ, എന്റെ റബ്ബിനോട് ഞാൻ കോപിക്കുകയോ, എന്റെ റബ്ബിന്റെ വിധിയിൽ ഞാൻ അവനോട് വെറുപ്പ് പറയുകയോ, വെറുപ്പ് മനസ്സിൽ വെക്കുകയോ, അന അൻ റബ്ബി റാളിൻ, അന അൻ റബ്ബി റാളിൻ, എന്റെ റബ്ബിനോട് അവൻ എന്ത് വിധിച്ചാലും ഞാൻ പൊരുത്തമുള്ളവനാണ് നബിയേ. ഈ പട്ടിണിയല്ല, നീ പഠിച്ചോൻ എന്നെ പട്ടിണി കിട്ടി കൊന്നാലും എനിക്കതിൽ പരാതിയില്ല. ഇതാണ് അബൂബക്കറിന്റെ സ്ഥാനം റളിയല്ലാഹു അൻഹു. ഈ സ്ഥാനം ഇല്ലെങ്കിലും ഇതിന്റെ അടുത്ത സ്ഥാനമൊക്കെ എനിക്കും നിങ്ങൾക്കും മേടിച്ചെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇട്ട് തരുമ്പോൾ അത് പടച്ചോന്റെ വിധിയല്ലേ, അവൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇപ്പൊ എന്നെ ഒന്ന് കഷ്ടപ്പെടുത്തുകയാണ് എന്ന ബോധത്തോടുകൂടെ പിടിച്ചു നിൽക്കണം എന്ന പാഠമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്രയെത്ര ഹദീസുകൾ ഈ വിഷയകമായി അള്ളാഹുവിന്റെ വിധിയിലുള്ള സംതൃപ്തിയെക്കുറിച്ച്, ആ സംതൃപ്തിയുടെ മാഹാത്മ്യം വിളിച്ചോതുന്ന എത്രയെത്ര നബിവചനങ്ങൾ തീരൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റളിയ മിനല്ലാഹി തആല ബിൽ ഖലീലി മിനർ റിസ്ഖ്, വിഭവങ്ങൾ ചുരുക്കി അല്ലാഹു ഒരുത്തനെ പരീക്ഷിക്കുമ്പോൾ, പണം കുറവ്, ഭക്ഷണം കുറവ്, വാഹനം കുറവ്, ഉദ്ദേശിച്ച പോലെ ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വിഭവങ്ങൾ ചുരുക്കി അല്ലാഹു പരീക്ഷിച്ചപ്പോ അവിടെ പൊരുത്തത്തോടെ പിടിച്ചു നിന്ന മനുഷ്യൻ, എനിക്ക് കുഴപ്പമില്ല, അള്ളാഹ് വിധിച്ചതല്ലേ കിട്ടുള്ളൂ, ഞാൻ തുള്ളിയിട്ട് കാര്യമുണ്ടോ, ഞാൻ അധ്വാനിക്കണം, ഞാൻ തൊഴിലിന് പോകണം, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യണം, പിന്നെ അള്ളാഹ് തരുന്നത് ഏൽപ്പിക്കുന്നതല്ലേ കിട്ടുള്ളൂ, എനിക്ക് പരാതിയില്ല, ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച മനുഷ്യൻ റളിയല്ലാഹു തആല മിൻഹു ബിൽ ഖലീലി മിനൽ അമൽ, ഈ മനുഷ്യൻ മരിച്ചു ചെന്നാൽ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ ഈ മനുഷ്യന്റെ സുഹൃതങ്ങൾ, സ്വാലിഹായ അമലുകൾക്ക് കുറവുണ്ടെങ്കിൽ റളിയല്ലാഹു തആല മിൻഹു ബിൽ ഖലീലി മിനൽ അമൽ, ഞാൻ കുറച്ച് തന്നപ്പോ ദുനിയാവിൽ നീ പൊരുത്തപ്പെട്ടു നിന്നല്ലോ, അതുകൊണ്ട് നിന്റെ രേഖയിൽ നീ ചെയ്ത കർമ്മങ്ങളിലും കുറവുണ്ട്, ഞാൻ പൊരുത്തപ്പെട്ടോളാം, ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ടോളാം എന്ന് അല്ലാഹു പറയുമെന്ന് ഖാല റസൂലുള്ളാഹി. മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ പാഴായി പോകുന്ന, തകർന്നു പോകുന്ന, നിഷ്ഫലമായി പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങളുടെ പിറകിലുണ്ടാകുക. ഇത് ചില ആളുകൾ ഇഷ്ടം പോലെ സുന്നത്തായ ഔറാദുകളും കർമ്മങ്ങളും പെരുപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു, എന്നിട്ട് ഇതൊക്കെ തകർത്ത് കളയുന്ന ദുസ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും അതിന്റെ പിറകിൽ ചെയ്യുന്നു. വേറെ ഒരാള് കുറച്ചൊക്കെ ചെയ്യുള്ളൂ, ഫർദിന്റെ പുറമെ അങ്ങനെ പുണ്യം ചെയ്യാനൊന്നും അയാൾ പോകൂല. പക്ഷേ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള അവസ്ഥയിൽ ആ മനുഷ്യന്റെ കൽബിനെ അയാൾ പാകപ്പെടുത്തി വെച്ചാൽ ഉള്ളതെല്ലാം അവിടെ തന്നെ ഉണ്ടാകും, ഉള്ള കർമ്മങ്ങളൊന്നും കേടുപറ്റാതെ അവിടെ തന്നെ ഉണ്ടാകും. എന്ന് മാത്രല്ല, റബ്ബ് പറയും, എന്നെ നീ പൊരുത്തപ്പെട്ടല്ലോ, നിനക്ക് ദുന്യാവിൽ തരുന്നിടത്തൊക്കെ ഞാൻ കുറച്ച് പിശുക്കി ഞാൻ കൺട്രോൾ ചെയ്താ തന്നത്, അപ്പൊക്കെ നീ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ നിന്നല്ലോ, അതുകൊണ്ട് നിന്റെ കർമ്മങ്ങൾ കുറഞ്ഞതിൽ എനിക്ക് പരാതിയില്ല. റളീതു ബിഹി, ഉള്ളതിൽ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിനക്ക് ഉന്നതമായ സ്ഥാനം ഞാൻ തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പുന്നാര നബി തുടർന്ന് പറയുന്നു, യാ മഅ്ശറൽ ഫുഖറാ, കഷ്ടപ്പാടനുഭവിക്കുന്ന ജനങ്ങളെ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളെ, രോഗത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ, യാ മഅ്ശറൽ ഫുഖറാ, അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന എല്ലാവരെയും വിളിക്കുന്നു അവിടുന്ന്. നിങ്ങൾ ഈ കഷ്ടപ്പാടെല്ലാം അനുഭവിക്കുമ്പോഴും ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹുവിനോടുള്ള പൊരുത്തം ഇങ്ങ് പുറത്തു വരട്ടെ. ആരെ ഇതിന് കിട്ടുക? ആരെ കിട്ടുക? കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോ നിങ്ങളുടെ കൽബുകളിൽ നിന്ന് പടച്ചവനോടുള്ള പൊരുത്തം ഇങ്ങ് പുറത്തു വരട്ടെ. എങ്ങനെയാ വരിക? എങ്ങനെയാ വരിക? മുസീബത്ത് വരുമ്പോ
മുസീബത്ത് വരുമ്പോ ക്ഷമിച്ചുകൊണ്ടും ഈമാനിന്റെ കരുത്തനുസരിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നാവ് കൊണ്ട് പറയൽ മാത്രമല്ല, ആ ബോധ്യവും ഞങ്ങളൊക്കെ അള്ളാന്റെതാ, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും, അള്ള തന്നതൊക്കെ കിട്ടും, അള്ള തിരിച്ചു മേടിക്കുന്ന സമയത്ത് അതൊക്കെ തിരിച്ചു പോകും, ഞാനും പോകും, ഞങ്ങളും പോകും. ഈ ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ തൃപ്തിപ്പെടല്ലാതെ മാർഗം ഉണ്ടാവുമോ? കഷ്ടതകൾ അനുഭവിക്കുന്നവരെ റബ്ബിനോടുള്ള പൊരുത്തം ഹൃദയത്തിൽ നിന്നങ്ങ് പുറത്തു വരട്ടെ, പ്രകടമാകട്ടെ. എന്നാൽ എന്നാൽ എന്തറിയോ നേട്ടം? ഈ കഷ്ടതകൾക്കുള്ള അർഹമായ പ്രതിഫലം കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാനാകും. അള്ളാഹു ഒരു മനുഷ്യനെ രോഗം കൊണ്ട് കഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചാൽ കഷ്ടപ്പെടുക തന്നെ ചെയ്യൂലേ? അള്ളാഹു ദാരിദ്ര്യം കൊണ്ട്, സാമ്പത്തികമായ പ്രയാസം കൊണ്ട് ഒരാളെ കഷ്ടപ്പെടുത്താനും പരീക്ഷിക്കാനും തീരുമാനിച്ചാൽ ആ പരീക്ഷണം വരന്നെ ചെയ്യും. വരൂലേ? വരും. പിന്നെ ഇത് ഉള്ളത് നേട്ടമാക്കി എടുക്കാൻ ഒരു മാർഗമുണ്ട്. അല്ലെങ്കിൽ ഇവിടെയും ദുരന്തം ആഖിറത്തിലും ദുരന്തം, രണ്ടും തകർക്കുന്ന മറ്റൊരു വഴിയുണ്ട്. കഷ്ടതകൾ അനുഭവിക്കുന്നവരെ റബ്ബിനെ നോക്കിക്കൊണ്ട്, റബ്ബിനെ അറിഞ്ഞുകൊണ്ട് സന്തോഷിച്ചോളൂ. എങ്കിൽ ആ സന്തോഷം കൊണ്ട്, ആ സഹനം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആഖിറത്തിൽ വിജയിക്കാം. അപ്പൊ ഇവിടെ കഷ്ടപ്പെട്ടതിന് അവിടെ അതിന്റെ ഇരട്ടി സുഖവും സൗഖ്യവും അള്ളാഹു തരും. എന്നാലോ ഇവിടെ അക്ഷമനായിക്കൊണ്ട് റബ്ബിന്റെ ആ വിധിയെയും തീരുമാനത്തെയും ചോദ്യം ചെയ്താലോ ഇവിടെയും പോയി അവിടെയും പോയി. ഒരു ഹദീസിൽ കാണാം, മഹാഭാഗ്യവാന്മാർ ആരെന്ന് വിശദീകരിച്ച ഭാഗത്ത് കോടിക്കണക്കിന് രൂപ കയ്യിലുള്ളവരല്ല, ഇഷ്ടം പോലെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരല്ല, സ്വർഗത്തിലേക്ക് അങ്ങ് പാസ് മാർക്ക് നേടിയവരല്ല, മുഅ്മിനായി മരിച്ചവർ അല്ല. ഏറ്റവും വലിയ മഹാഭാഗ്യവാന്മാർ ആര് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നുണ്ട്. ഇദാ കാന യൗമുൽ ഖിയാമ, ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അന്ന് ഒരേ ഒരു മാലിക്കേ ഉള്ളൂ, അന്നൊരേ ഒരു അധികാരിയേ ഉള്ളൂ. അതാണ് മാലിക് യൗമിദ്ദീൻ. ഫാത്തിഹയിൽ നാം ചൊല്ലാറുള്ള ആയത്ത്, വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ. അന്ന് ഒരു ഉടമസ്ഥനേ ഉള്ളൂ. ആ ദിനത്തിൽ അംബത്തല്ലാഹു തആല ലിത്വായിഫത്തിൻ മിൻ ഉമ്മത്തി അജ്നിഹതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോ, ഖിയാമത്ത് നാൾ വന്നാൽ അംബത്തല്ലാഹു തആല ലിത്വായിഫത്തിൻ മിൻ ഉമ്മത്തി അജ്നിഹതൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പിന്, ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു ചിറക് മുളപ്പിക്കും. ഇതൊരു ആലങ്കാരിക പ്രയോഗമാകാം, അല്ലാതിരിക്കാം. എന്താണ് അതിന്റെ ആശയം എന്ന് പൂർണ്ണമായി നമുക്കറിയില്ല. പക്ഷിയെപ്പോലെ ചിറക് മുളച്ച് വരികയാണോ, അതോ ഇതൊരു ആലങ്കാരിക പ്രയോഗം, ഉദ്ദേശിച്ചിടത്തേക്ക് അങ്ങ് തടസ്സമില്ലാതെ എത്തിപ്പെടാനുള്ള സ്വാതന്ത്ര്യത്തിന് പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗമാണോ? ഇമാം ഗസാലി റഹിമഹുല്ല പല സ്ഥലത്തും പറയുന്നുണ്ട്, ഖുർആനും സുന്നത്തും ഒക്കെ ഹദീസൊക്കെ പല സ്ഥലത്തും തംസീലുകളാണ്, അംസാലുകളാണ്, ഉപമകളാണ് ഉള്ളത്. അങ്ങനെ മനസ്സിലാക്കരുത്. സെയ്ദ് ഒരു പുലിയാണെന്ന് പറഞ്ഞാല് പുലിക്കുള്ളത് പോലെ 4 കാലും വാലുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചാൽ വലിയ അബദ്ധാണല്ലത്. ഇതുപോലെ ഖുർആൻ പല സ്ഥലത്ത് ഉപമകളും ഉദാഹരണങ്ങളാണ്. അവിടെ തെറ്റിദ്ധരിക്കരുത് എന്ന് ഇമാം ഗസാലി റഹിമഹുല്ല പല ഭാഗത്തും പറഞ്ഞത് ഞാൻ വായിച്ചത് ഓർക്കുക. ഏതായാലും എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗത്തിന് അല്ലാഹു ചിറക് മുളപ്പിക്കും. ഫയതീറൂന മിൻ ഖുബൂരിഹിം ഇലൽ ജിനാൻ, അവരവരുടെ ഖബറിടങ്ങളിൽ നിന്ന് നേരെ ഒരു പറക്കലാണ് സ്വർഗ്ഗലോകത്തേക്ക്. ഫയതീറൂന മിൻ ഖുബൂരിഹിം ഇലൽ ജിനാൻ, ആ മഹാഭാഗ്യവാന്മാർ അവരുടെ ഖബറിടങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒറ്റ പറക്കലാണ്, ഒരു തടസ്സവുമില്ലാതെ. എന്നിട്ട് ഫയസ്തരിഹൂന ഫീഹാ,
വയതനഅമൂന ഫീഹാ ബിമാ ശാ. സ്വർഗലോകത്തെത്തിയ ആളുകൾ, പറവകളെപ്പോലെ പറന്നെത്തിയ ആളുകൾ അവിടെ സന്തോഷിക്കുന്നു, അവിടെ ആഹ്ലാദിക്കുന്നു, അവിടെ വളരെ സുഖത്തിലും ക്ഷേമത്തിലും കഴിഞ്ഞുകൂടുന്നു. ബിമാ ശാ, അവർക്ക് എന്ത് തോന്നിയോ അതുപോലെയാണ് അവർ സ്വർഗത്തിൽ കഴിയുന്നത്. ഈ കാഴ്ച കണ്ടിട്ട് ഫതഖൂലു ലഹുമുൽ മലായിക, സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാഖമാർ ഈ മനുഷ്യരോട് ചോദിക്കുന്നതാണ്, ഹൽ റഅയ്തുമുൽ ഹിസാബ, റബ്ബിന്റെ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഹൽ റഅയ്തുമുൽ ഹിസാബ, നിങ്ങൾ വിചാരണ നേരിട്ടുവോ? നിങ്ങളെ വിചാരണ കഴിഞ്ഞോ? ഫയഖൂലൂൻ മാ റഅയ്നാ ഹിസാബ, ഞങ്ങൾക്ക് വിചാരണ കാണാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടാൻ? ഞങ്ങൾ വിചാരണ കണ്ടിട്ടേ ഇല്ല. എത്ര ഹദീസിലുണ്ട്, ഒരു വിഭാഗം മഹാഭാഗ്യവാന്മാർക്ക് അല്ലാഹു വിചാരണ പോലും ഉണ്ടാവില്ല. ഇത് അവർ വിചാരണ ചെയ്യാതെ, വഴിയിൽ ഒരു സ്ഥലത്തും നിർത്താതെ, വലിയ വലിയ എയർപോർട്ടിലൊക്കെ VVIPകൾ വന്നാല് അവരെ ശരീരം പരിശോധിക്കുക, ബാഗോ ബാണ്ടക്കെട്ടോ പരിശോധിക്കുകയും ചെയ്യൂലല്ലോ. അത് ചെയ്യുന്ന അമേരിക്കയിൽ മാത്രമല്ല. അവിടെ പ്രധാനമന്ത്രി പോയാലും തുണി അഴിച്ച് പരിശോധിക്കും, അല്ലേ? വലിയ വലിയ ആളുകൾ, മുഖറബുകൾ, അവർക്ക് അവിടെ ബ്ലോക്കില്ല, തടസ്സമില്ല. ഇവരോട് മലക്ക് ചോദിക്കും, ഹൽ റഅയ്തുമുൽ ഹിസാബ, വിചാരണ നിങ്ങൾ അഭിമുഖീകരിച്ചുവോ? വിചാരണ നിങ്ങൾ നേരിട്ടുവോ? അവര് പറയുന്നത് മാ റഅയ്നാ ഹിസാബ. മാലാഖമാരുടെ അടുത്ത ചോദ്യം, ഹൽ ജസൈതും സിറാത്ത, നിങ്ങൾ നരകത്തിന്റെ മീതെ നാട്ടപ്പെട്ട സിറാത്തിലൂടെ നിങ്ങൾ വിട്ടുകടന്നാണോ സ്വർഗത്തിലെത്തിയത്? നിങ്ങൾ പാലം കടന്നാണോ ഇവിടെ എത്തിയത്? ഫയഖൂലൂൻ മാ റഅയ്നാ സിറാത്ത, അതിന് ഞങ്ങളൊരു പാലം കാണണ്ടേ, എന്നിട്ടല്ലേ അതിന്റെ മീതെ നടക്കൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫതഖൂലുൽ മലായിക, മലക്കുകൾ ചോദിക്കുന്നത് എന്താ? പിന്നെ അടുത്ത ചോദ്യം, ഹൽ റഅയ്തും ജഹന്നം, നിങ്ങൾ ജഹന്നം കണ്ടുവോ? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, അല്ലേ? ഖുർആനാണ് പറഞ്ഞത്. എല്ലാരും അതിന്റെ മുന്നിൽ ഒന്ന് കൊണ്ടുവന്ന് നിർത്തും, എന്നിട്ട് ആ സ്വർഗത്തിലാക്കുള്ളൂ. അപ്പൊ സ്വർഗത്തിന്റെ വില അറിയുള്ളൂ. എല്ലാവർക്കും കൊടുന്ന് കാണിച്ചു കൊടുക്കുന്ന ഖുർആൻ പറയുന്നത്. എന്ന് ഉസൂലിൽ പറഞ്ഞതുപോലെ ഇതെല്ലാവർക്കുള്ള വിധിയായി അള്ളാഹു പറഞ്ഞിട്ട് ചില ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. ഇവരോട് ചോദിക്കുന്നത്, മലക്കുകൾ ചോദിക്കുന്നത്, സ്വർഗത്തിലൂടെ പാറിപ്പറക്കുന്ന ഭാഗ്യവാന്മാരോട് ചോദിക്കുന്നത്, ഹൽ റഅയ്തും ജഹന്നം, നിങ്ങൾ നരകാഗ്നി കണ്ടുവോ? അല്ലാഹു ധിക്കാരികൾക്ക് ഒരുക്കിയ ഭവനം നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിക്കുമ്പോ ഇവർ പറയുന്നത്, ഫയഖൂലൂൻ മാ റഅയ്നാ ശൈആ, നിങ്ങൾ ഈ ചോദിക്കുന്ന ഒന്നും ഞങ്ങൾ കണ്ടിട്ടേയില്ല. ഞങ്ങളുടെ ബർസഖി ലോകത്തു നിന്ന്, ഖബറിടങ്ങളിൽ നിന്ന് നേരെ ചൊവ്വേ ഇങ്ങോട്ട് പറന്നെത്തിയവരാണ്. ഇത് പറഞ്ഞപ്പോ അപ്പൊ മലക്കുകളുടെ ചോദ്യം, മിൻ ഉമ്മത്തിൻ മൻ അൻതും, നിങ്ങൾ ഏത് സമുദായക്കാരാ? ആരാണ് നിങ്ങൾ? ഫയഖൂലൂൻ, അവരുടെ മറുപടി, മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അന്ത്യപ്രവാചകന്റെ പടയണികളാണ്, ഞങ്ങൾ അന്ത്യപ്രവാചകന്റെ അനുയായികളാണ്, ആ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. മലക്കുകൾക്ക് സന്തോഷം, അവർ അഭിവാദ്യമർപ്പിക്കും, അവർ സ്വാഗതമരുളും, അവർ സന്തോഷങ്ങൾ പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ ഇതൊക്കെ ഈ മനുഷ്യന്മാർക്ക് കിട്ടിയത് എന്തുകൊണ്ടാന്ന് കൂടെ പഠിക്കണല്ലോ. ഈ ഹദീസിന്റെ അവസാന ഭാഗം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ഈ ഭാഗ്യം എങ്ങനെ ഇവർക്ക് കിട്ടിയത്? മലക്കുകൾ സ്വർഗത്തിലെ പറവകളായ ആളുകളോട് ചോദിക്കുന്നത്, മാ കാനത് അഅമാലുകും ഫിദ്ദുനിയാ. ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. മലക്കുകൾ ചോദിക്കുന്നത്, മാ കാനത് അഅമാലുകും ഫിദ്ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിൽ, പരീക്ഷണത്തിന്റെ ലോകത്ത് നിങ്ങളുടെ കർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങളൊന്ന് കേട്ടോട്ടെ. നിങ്ങളുടെ അമലുകൾ എന്തൊക്കെയൊന്ന് പറഞ്ഞു തരൂ, അത് നിങ്ങളൊന്ന് പ്രഖ്യാപിക്കൂ. ഫയഖൂലൂൻ, അവർ പറയും, ഖസ്ലതാനി,
കാനത്ത് ഫീനാ ഫബലഗ്നാ ഹാദിഹിൽ മൻസില ബിഫളില്ലാഹി വബിറഹ്മതിഹി. ഖസ്ലതാനി, ഞങ്ങളുടെ കർമ്മമാണോ നിങ്ങൾക്ക് കേൾക്കേണ്ടത്? ഖസ്ലതാനി, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഞങ്ങളുടെ കൈമുതൽ. ഖസ്ലതാനി കാനതാ ഫീനാ, ആ രണ്ട് കാര്യങ്ങളും ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. എന്താണ്? ഫബലഗ്നാ ഹാദിഹിൽ മൻസില ബിഫളില്ലാഹി വബിറഹ്മതി. ഈ രണ്ട് കാര്യം മുഖേനയാണ് അല്ലാഹു അവന്റെ ഔദാര്യത്താൽ ഈ ഉന്നത സ്ഥാനം ഞങ്ങൾക്ക് തന്നത്. ആ രണ്ട് കാര്യം മുഖേനയാണ് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഫയഖൂലൂൻ, മലക്കുകൾ തുടർന്ന് ചോദിക്കുന്നു, വമാഹുമാ, ആ രണ്ടു കാര്യം ഏതാണ്? ആ രണ്ട് കാര്യം കൊണ്ടാണല്ലോ നിങ്ങൾക്ക് വിചാരണയിൽ നിന്ന് രക്ഷ കിട്ടിയത്, ഒഴിവ് കിട്ടിയത്. ആ രണ്ട് കാര്യം കൊണ്ടാണല്ലോ സിറാത്തിലൂടെ വിട്ടുകടക്കാതെ നിങ്ങൾ സ്വർഗത്തിലെത്തിയത്. ആ രണ്ട് കാര്യം കൊണ്ടാണല്ലോ നരകം ഒന്ന് കാണുക പോലും ചെയ്യാതെ നിങ്ങൾ സ്വർഗത്തിലെത്തിയത്. വമാഹുമാ, ആ രണ്ടു കാര്യങ്ങൾ ഏതാണ്? ആ സമയത്ത് ഫയഖൂലൂൻ, അവർ പറയുന്നത്, കുന്നാ ഇദാ ഖലൗനാ നസ്തഹി അൻ നഅസിയല്ലാഹ്. ഞങ്ങൾ ഒറ്റക്കാകുമ്പോൾ, വിജനതയിലാകുമ്പോൾ, ആരും ഞങ്ങളെ ശ്രദ്ധിക്കാത്ത സമയത്ത് ഞങ്ങൾ ജീവിക്കുമ്പോ ലാ നുഅസില്ലാ, റബ്ബിനോട് ഒരു എതിരും ഞങ്ങൾ പ്രവർത്തിക്കില്ല. റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾക്ക് ബഹുജന സമക്ഷം ഒരു മുഖവും, രഹസ്യ ജീവിതത്തിൽ വേറെ ഒരു മുഖവും ഇല്ല. ഞങ്ങൾ ഒറ്റക്കാകുമ്പോൾ ഈ റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്ക് ഞങ്ങൾക്ക് നസ്തഹി, നാണം തോന്നും. കാരണം എന്താ? പടച്ചവൻ ഞങ്ങളിലേക്ക് നോക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ കാണാൻ. പരസ്യമായി മാന്യനും രഹസ്യമായി തെമ്മാടിയും അല്ല ഞങ്ങൾ ഒറ്റക്കാകുമ്പോഴും പടച്ചവനെ ഓർക്കുന്നവരാണ് എന്ന് സാരം. രണ്ടാമത്തെ കാര്യം, നർലാബിൽ യസീരി മിമ്മാ ഖുസ്സിമലനാ, പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് വിധിച്ചത് എന്തായാലും, ഏതായാലും, കുറവായാലും കൂടുതലായാലും, ആരോഗ്യമായാലും രോഗമായാലും, ക്ഷേമമായാലും ക്ഷാമമായാലും, സന്തോഷമായാലും ദുഃഖമായാലും, നിർലാ റബ്ബനാ, ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾക്ക് പൊരുത്തമായിരുന്നു. വിധിയിൽ ഞങ്ങൾ പൊരുത്തപ്പെട്ട് ജീവിച്ചവരാണ്. ഈ രണ്ട് പ്രത്യേകതയാണ് ഞങ്ങൾക്കുള്ളത് എന്നു മലക്കുകളോട് ഈ സ്വർഗീയ ആരാമത്തിൽ കളിക്കുന്ന മഹാന്മാർ പറയുമ്പോ മലക്കുകളുടെ ഭാഗത്ത് നിന്നും മറുപടി, ഇങ്ങനെയാണ് നിങ്ങൾ പരീക്ഷണ ലോകമായ ഭൂമിയിൽ ജീവിച്ചതെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനത്തിന് അർഹർ തന്നെ, നിങ്ങൾ ഈ പദവിക്ക് യോജിച്ചവർ തന്നെ. പ്രിയപ്പെട്ടവരെ, മുഹിബ്ബീങ്ങളിൽ നാം പെടണ്ടേ? അള്ളാഹിനോട് സ്നേഹമുണ്ട് എന്ന് പ്രഖ്യാപിച്ചാൽ പോരല്ലോ. എൻ്റെ ജീവിതവും മരണവും എൻ്റെ സകലമാന പ്രവർത്തനങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വാഗൊണ്ട് പറഞ്ഞാൽ പോരല്ലോ. ആ പടച്ചവനെ ഉള്ളറിഞ്ഞുകൊണ്ട് അവനെ സ്നേഹിക്കണമല്ലോ, അവന്റെ സ്നേഹം തിരിച്ചു കിട്ടണമല്ലോ. അങ്ങനെ പരലോകത്ത് ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്തണമല്ലോ. സർവോപരി റബ്ബിന്റെ ആ ലിഖാ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം എൻ്റെ സ്വന്തത്തോടും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും റബ്ബിൻ്റെ ഖദറുകളിൽ പൊരുത്തപ്പെടുക. ഇതൊരു വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് അള്ളാഹുവിൻ്റെ വിധി. അത് ആ വിഷയത്തെക്കുറിച്ച് മഹാന്മാരൊക്കെ ഒരുപാട് പേജുകൾ നീണ്ട ചർച്ച. ഇതര മതസ്ഥർ ദൈവീക വിധിയെക്കുറിച്ച് എന്തു പറയുന്നു? ഹൈന്ദവർക്ക് ഇതിലൊരു കാഴ്ചപ്പാടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. പരിശുദ്ധ ദീനിന്റെ വക്താക്കളായ നാം വിധിയെക്കുറിച്ച് എന്താ പറയുന്നത്? നന്മയും തിന്മയും ഒക്കെ റബ്ബിന്റെ വിധിയാണെങ്കിൽ കള്ളുകുടിയും റബ്ബിന്റെ വിധിയല്ലേ? ആണ്. തെമ്മാടിത്തരം റബ്ബിന്റെ വിധിയല്ലേ? അതിലും പൊരുത്തപ്പെടേണ്ടി വരുമല്ലോ. വിധി എന്ന നിലയിൽ അതിലും പൊരുത്തപ്പെടേണ്ടി വരും. പക്ഷെ അവിടെ കുറച്ച് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് നന്നായി മനസ്സിലാക്കണം. നമ്മുടെ ഈമാനിന്റെ പൂർണ്ണതക്ക്
അനിവാര്യമായ ഒരു വിഷയം കൂടിയാണ് ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമാണല്ലോ. അതിലൊക്കെ വിശ്വസിച്ചു എന്ന് ഞാനും നിങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് അള്ളാന്റെ ഇടപെടല്, എന്താണ് അള്ളാന്റെ വിധി, അള്ളാന്റെ ഖൈറും ശർറും എങ്ങനെയാണ് വരുന്നത്, മനുഷ്യൻ എത്രയാണ് അതിലുള്ള സ്വാതന്ത്ര്യം, എങ്ങനെയാണ് ഇതിനെ പൊരുത്തപ്പെടേണ്ടത്, ഇൻഷാ അല്ലാഹ് 1-2 ആഴ്ച കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു മുഹിബ്ബീങ്ങളുടെ സ്ഥാനവും പദവിയും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ഷിഹാബുദ്ദീൻ ഫൈസി, ഇമാം ടൗൺ ജുമാ മസ്ജിദ്, പെരുമ്പാവൂർ. This program sponsored by മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ. പുരുഷ വസ്ത്രങ്ങളുടെ സെലക്ഷൻ സമ്പൂർണതയുമായി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ.